അറ്റകുറ്റപ്പണിയെ തുടർന്ന് മൂലമറ്റം പവർ ഹൗസ് 1 മാസത്തേക്ക് അടച്ചിടും. അടുത്ത മാസം 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട് ഡൗൺ നടപ്പിലാക്കുക. ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഇതുമൂലം ഉണ്ടാവുക. മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. സുബിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സുബിൻ, പറയും. 1 മാസത്തേക്കാണ് അടയ്ക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് അടുത്ത മാസം 15-ാം തീയതി മുതൽ സമ്പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്ത് ഈ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നൽകുന്ന വിശദീകരണം KEC നൽകുന്ന വിശദീകരണം അനുസരിച്ച് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് പവർ ഹൗസ് അടയ്ക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. 1 മാസത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായുണ്ട്. ചില അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി തീർക്കേണ്ടതായുണ്ട്. അത് തീർക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ 1 മാസത്തെ ഷട്ട് ഡൗൺ എന്നുള്ളതാണ് KEC നൽകുന്ന വിശദീകരണം. ഇത് പ്രകാരം ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കണക്ക്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ, അതായത് ഗ്രാമമേഖലകളിലെല്ലാം തന്നെ വൈദ്യുതി മുടക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇടുക്കി ഡാമിൽ ജലനിരപ്പ് നിലവിൽ അതിന്റെ 75% എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തുറന്നപ്പോൾ ഉൾപ്പെടെ ഈ വെള്ളം ഒഴുകിയെത്തിയത് ഇടുക്കി ഡാമിലേക്കാണ്. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞാൽ, അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിവെച്ചാൽ ഈ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് വീണ്ടും ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിലിപ്പോൾ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഈ വെള്ളമെല്ലാം നിലവിലിപ്പോൾ ഈ ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തിയാൽ ഇത് സംഭരണശേഷിയിലേക്ക് അടുക്കുന്ന സാധ്യതയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഡാം തുറക്കേണ്ടതായി വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. മഴ കനത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സാധ്യത ഉള്ളൂ എന്നതാണ് KEC നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നും, ഈ ഡാമുമായി ബന്ധപ്പെട്ട്, ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് KEC നൽകുന്ന ഒരു വിശദീകരണം. ശരി.